ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു ഉണക്കമാങ്ങ അച്ചാറാണ്. നല്ല ടേസ്റ്റോടെയും കുറേ നാളിരുന്നാലും കേടാകാത്തൊരു മാങ്ങ അച്ചാറാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് ഉണക്കമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങയിൽ ഉപ്പൊക്കെ തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിനി ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്, കേടാവാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ നല്ലെണ്ണ തയ്യാറാക്കിയാൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് നല്ലപോലെ ചൂടായി വരുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ, മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒച്ച കേൾക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ഉണക്കമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ആയി വരട്ടെ. ഇനി തീ കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഈ ചെറിയ തീയിൽ തന്നെ ഇട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൽ എരിവുള്ള മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ഇനി ആ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനാഗിരി ചേർക്കുന്നത് എപ്പോഴും അച്ചാറിന് നല്ല ടേസ്റ്റാട്ടോ. അത് വിനാഗിരി നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകുന്നില്ല, ഇത് ഉണക്കമാങ്ങ ആയതുകൊണ്ട് ആ മാങ്ങ തന്നെ ഈ വെള്ളം കുടിച്ചെടുക്കും. ഈ മാങ്ങയിൽ ഉപ്പൊക്കെ ചേർത്ത് ഉണക്കിക്കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിലേതായാലും കുറച്ച് ഉപ്പ് വേണം, നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റെങ്കിലും അടുപ്പിൽ കിടക്കണേ. ആ മാങ്ങയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരട്ടെ. ഇത് കുഴഞ്ഞൊന്നും പോകില്ല. അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണെങ്കിലും ഇത് കുഴഞ്ഞൊന്നും പോകില്ല. ഞാൻ നല്ലപോലെ ആ മസാലയൊക്കെ അതാ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതാ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മാങ്ങയൊക്കെ നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. ഈ വെള്ളം ഇനിയും വറ്റി വരും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഉലുവ നമ്മൾ ആവശ്യത്തിനുള്ള പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷമേ കുപ്പിയിലേക്ക് മാറ്റാവുള്ളൂ. ഒരു ദിവസം ഈ പാത്രത്തിൽ ഇരുന്നാൽ കൂടുതൽ നല്ലതാട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇതാ നല്ല ടേസ്റ്റി ആട്ടോ ഈ അച്ചാർ. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.